ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യാക്കോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8ഉം 9ഉം വചനങ്ങൾ നമുക്ക് വായിക്കാം. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഇന്ന് ഇതിനെ സംബന്ധിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. എൻ്റെ ഇന്നത്തെ വിഷയം നാവിനെ എങ്ങനെ മെരുക്കാം എന്നുള്ളതാണ്. ടേമിങ് അവർ ടങ്സ്. മനുഷ്യർക്കാർക്കും നാവിനെ മെരുക്കുവാൻ സാധ്യമല്ല. എങ്കിൽ പിന്നെ ആർക്കാണത് സാധിക്കുന്നത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ. ദൈവവചനം എന്താ പറയുന്നത്? മനുഷ്യർക്കാർക്കും സാധ്യമല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മാനുഷികമായ നിലയിൽ നമുക്കാർക്കും നമ്മുടെ നാവിനെ നിയന്ത്രിച്ച് നിർത്താനോ മെരുക്കുവാനോ സാധ്യമല്ല. എന്നാൽ ബൈബിൾ എന്തു പറയുന്നു? ദൈവത്തിന് സകലവും സാധ്യം എന്ന് മറുവശത്ത് മറ്റൊരു വചനത്തിൽ നാം വായിക്കുന്നു. ആകയാൽ മാനുഷികമായി മനുഷ്യർക്ക് നാവിനെ നിയന്ത്രിപ്പാൻ സാധ്യമല്ല. എങ്കിലും ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ നാവിനെ മെരുക്കാനും നിയന്ത്രിക്കാനും സാധിക്കും. നീ എന്തു പറയണം, എന്തു പറയരുത് എന്ന് നമ്മുടെ നാവിനോട് അധികാരത്തോടെ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. സാധാരണ 3 തരത്തിൽ ആളുകൾ സംസാരിക്കും എന്ന് പറയാറുണ്ട്. ഒന്ന്, നെഗറ്റീവ് വേർഡ്സ്, കൊള്ളരുതാത്ത വർത്തമാനങ്ങൾ, ചീത്തയായത്, മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്നത്, ചൊറിച്ചിലുണ്ടാക്കുന്നത്, അസ്വസ്ഥതയുണ്ടാക്കുന്നത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്, ഇതിനെയെല്ലാം നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയാം. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന നെഗറ്റീവായ വാക്കുകൾ. നാം അതൊക്കെ മിക്കവാറും എല്ലാം കുറച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് 0 ആണ്, 0 വാക്കുകൾ. നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, ഞാൻ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല. സംസാരിക്കുന്ന വാക്കുകൊണ്ട് ഗുണവുമില്ല ദോഷവുമില്ല, വെറുതെ എന്തൊക്കെയെങ്കിലുമൊക്കെ പറയും, വലിയ കുഴപ്പമൊന്നുമില്ല, ആർക്കും ഗുണവുമില്ല ആർക്കും ദോഷവുമില്ല. അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നിലവാരമുണ്ട്. അത് പോസിറ്റീവ് വേർഡ്സ്, ക്രിയാത്മകമായ വാക്കുകൾ, വാചകങ്ങൾ. അതായത് നാം സംസാരിക്കുമ്പോൾ കേൾവിക്കാർക്ക് സന്തോഷം ഉണ്ടാകുന്നു, സമാധാനം ഉണ്ടാകുന്നു, അനുഗ്രഹം തോന്നുന്നു, അവർക്ക് ആത്മീയമായ വളർച്ച ഉണ്ടാകുന്നു, അവർ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ദൈവികമായ വഴിയിലേക്ക് അവർക്കൊരു പ്രേരണ ലഭിക്കുന്നു. അതാ പോസിറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ നന്മകളെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, അല്ലേ, കുഞ്ഞുങ്ങളൊരു വാക്യമൊക്കെ പറയുമ്പോൾ ഒന്ന് കൈയടിച്ചു കൊടുക്കുന്നത്, അതൊരു പോസിറ്റീവായ കാര്യമാണ്, ക്രിയാത്മകമായ കാര്യമാണ്. മറ്റുള്ളവരെ അഭിനന്ദിച്ച് 2 വാക്ക് പറയുന്നത് പോസിറ്റീവാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും സംസാരിക്കുമ്പോൾ അത് പോസിറ്റീവാണ്, മറ്റുള്ളവരെ പണിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം. നാവിനെയോ മനുഷ്യർക്കാർക്കും നിയന്ത്രിച്ച് നിർത്തുവാൻ സാധ്യമല്ല, മെരുക്കാവുന്നതല്ല. 7-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു, ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു, ഇണങ്ങുന്നു, മെരുങ്ങിയും ഇരിക്കുന്നു. മൃഗങ്ങൾ പോലും ഇണങ്ങും, പക്ഷേ ഈ നാവ് അത്ര വേഗം വഴങ്ങിക്കൊടുക്കത്തില്ല, ഇണങ്ങിക്കൊടുക്കത്തില്ല. ഈ നാവിനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ കാലങ്ങളിൽ അതിനെ മെരുക്കി, അതിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ദൈവഹിതപ്രകാരമുള്ള നല്ല കാര്യങ്ങൾ പറയുവാനായിട്ട് നമ്മുടെ നാവിനെ നാം തിരിച്ചുവിടേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മുടെ ഭാഗത്തുനിന്നും ചില നിർണയങ്ങളും തീരുമാനങ്ങളും ചില തെരഞ്ഞെടുപ്പുകളും ഒക്കെ ആവശ്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 3 മുതൽ 6 വരെയുള്ള വചനങ്ങളിലൂടെ വായിക്കാം. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. ഓക്കെ, ഇവിടെ നാവുമായിട്ട് വേറെ 3 കാര്യങ്ങളെയും കൂടെ തുലനം ചെയ്ത് പറയുകയാണ്. നാവ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വളരെ ചെറിയൊരു അവയവമാണ്, എങ്കിലും അത് വളരെ ദോഷം ചെയ്യാൻ അതിന് സാധിക്കും, വളരെ ഉപകാരം ചെയ്യാനും നന്മ ചെയ്യാനും അതിന് സാധിക്കും.
എന്തൊക്കെയാണ് 4 ദൃഷ്ടാന്തങ്ങൾ ഇവിടെ പറയുന്നത്? ഈ വചനങ്ങളിൽ 3 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ ഈ യാക്കോബ് അപ്പോസ്തലൻ തികച്ചും പ്രായോഗികമായ കാര്യങ്ങൾ പറയുന്നയാളാണ്. ആ നാട്ടിൻപുറത്തുള്ള പല ഉദാഹരണങ്ങളും അദ്ദേഹം പറയും. താൻ കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായ പല കാര്യങ്ങളെയും ഉദാഹരണമായിട്ട് പറഞ്ഞ് നാവിനോട് അതിനെ ചേർത്ത് വെച്ച് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഈ യാക്കോബ് ഇവിടെ സംസാരിക്കുന്നത്. 3-ാം വാക്യത്തിൽ നോക്കുക. കുതിരയെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യും? കുതിരയുടെ വായിൽ ഒരു ചെറിയ കടിഞ്ഞാൺ അതിൻ്റെ വായിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഈ വലിയ കുതിരയെ നിയന്ത്രിക്കാൻ സാധിക്കും. അതാണ് 1-ാമത്തെ ദൃഷ്ടാന്തം. 2-ാമത്തെ ദൃഷ്ടാന്തം, ഒരു വലിയ കപ്പൽ, കടലിൽ ഓടുന്ന വലിയ കപ്പൽ. ആ കപ്പലിൻ്റെ ഗതി ഇടത്തോട്ടോ വലത്തോട്ടോ അല്ലെങ്കിൽ നേരെ മുമ്പോട്ട് പോകണോ നിയന്ത്രിക്കുന്നത് ആരാണ്? കപ്പൽ ഓടിക്കുന്ന കപ്പിത്താൻ്റെ കയ്യിൽ ഒരു ചെറിയ ലിവറുണ്ട്. ആ ലിവർ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ചാൽ ഈ കപ്പലിൻ്റെ ഏറ്റവും പുറകുവശത്ത് ഒരു ചെറിയ റഡർ, ഒരു ചുക്കാൻ വെച്ചിട്ടുണ്ട്. മീനിൻ്റെ വാല് പോലെയാണ്. മീനിൻ്റെ വാലാണ് ചുക്കാൻ. ആ വാൽ എങ്ങോട്ട് തിരിക്കുമോ ഫിഷ് അത് തിരിഞ്ഞ് ആ മീൻ അതിൻ്റെ വശത്തേക്ക് തിരിഞ്ഞു പോകും. ഇതുപോലെ കപ്പലിൻ്റെ ബാക്കിൽ ഒരു ചെറിയ പലക കഷ്ണം അല്ലെങ്കിൽ ഒരു മെറ്റാലിക് പീസുണ്ട്. ചെറുതാണ്. കപ്പലിൻ്റെ വലുപ്പം വെച്ച് നോക്കിയാൽ ഈ റഡർ, ചുക്കാൻ വളരെ ചെറിയൊരു പലകയാണ്. അതിനെ ഏതെങ്കിലും വശത്തോട് തിരിച്ചാൽ കപ്പൽ അതിൻ്റെ ദിശ മാറ്റി വിടുവാനായിട്ട് കപ്പിത്താന് സാധിക്കും. അവിടെയും ഇത്ര വലിയ കപ്പൽ, ഇത്ര വലിയൊരു ചെറിയ അതിനെ നിയന്ത്രിക്കുന്ന ചെറിയ ചുക്കാൻ, അതാണ് പറയുന്നത്. അടുത്തത് എന്താണ് പറയുന്നത്? അടുത്ത ദൃഷ്ടാന്തം നോക്കുക. അതേറ്റവും ഒടുവിലാണ് പറയുന്നത്. ഒരു ചെറിയ ഒരു തീപ്പൊരി, ഒരു തീക്കനൽ മതി ഒരു വലിയ കാട് കത്തിക്കുവാനായിട്ട്. അടുത്തിടെ പല രാജ്യങ്ങളിലും അമേരിക്കയിലും മറ്റും വലിയ കാട്ടുതീ പടർന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഒരു ചെറിയ തീക്കനൽ മതി ഒരു വലിയ കാട് കത്തിക്കുവാനായിട്ട്. ആ വനം മുഴുവനും കത്തി അമരും. അനേകം ജന്തുക്കളും മനുഷ്യരും ഒക്കെ മരിച്ചു പോകും. ഒരു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു. പിന്നെ പറയുന്നു, എന്താ പറയുന്നത്? 5-ാം വചനം, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. എല്ലാ മോശമായ കാര്യങ്ങളും ആ നാവ് സംസാരിക്കും, നല്ല കാര്യങ്ങളും പറയും കേട്ടോ. അതുകൊണ്ട് എന്നാൽ ധാരാളം ചേർച്ചയല്ലാത്ത കാര്യങ്ങൾ ഈ നാവ് പറയുന്നുണ്ട്. നാവിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? നിങ്ങളൊന്ന് ചിന്തിച്ച് പറഞ്ഞേ. എന്താ നാവിൻ്റെ ഉപയോഗം? ആദ്യത്തെ ഉപയോഗം വായിൽ കിടന്ന് രുചി നോക്കുക എന്നുള്ള, വായിലോട്ട് വരുന്ന സാധനത്തിൻ്റെ രുചി നോക്കുകയാണ് നാവിൻ്റെ 1-ാമത്തെ ഉപയോഗം. 2-ാമത്തെ ഉപയോഗം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന പോലെ ഏതെങ്കിലും ഒരു ഭാഷയിൽ സംസാരിക്കാൻ നാവ് വേണം. നാവ് തളർന്ന് കിടന്നു പോയാൽ ഒരു കാര്യവും സംസാരിക്കാൻ ഒക്കത്തില്ല. നാക്ക് അനക്കാതിരുന്ന് വർത്തമാനം പറയാൻ നോക്കിക്കേ, ഒരു കാര്യവും ക്ലിയറായിട്ട് പറയാൻ സാധ്യമല്ല. നാവ് വളരെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ വളരെ വമ്പ് പറയുന്നു. പിന്നീട് ഇവിടെ പറയുന്നത് നാം 2-ാം വാക്യത്തിൽ വായിച്ചു, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. He or she is a perfect person. സൽഗുണപൂർത്തിയുള്ള തികഞ്ഞ ഒരാളാണ് ആര്? തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളയാൾ. വേണ്ടപ്പോൾ സംസാരിക്കാനും വേണ്ടാത്തപ്പോൾ മൗനമായിരിക്കാനും ആ നാവിനെ പരിശീലിപ്പിച്ചാൽ അത് വളരെ അനുഗ്രഹമാണ്. പലപ്പോഴും നാം വേണ്ടാത്ത ഇടത്ത് അസ്ഥാനത്ത് കയറി വാക്കുകൾ പറയുന്നു. അതുകൊണ്ട് നമുക്കും മറ്റുള്ള അനേകർക്കും സങ്കടവും കരച്ചിലും സങ്കടവും വിഷമവും എല്ലാം ഉണ്ടാക്കുന്നു. നാവിനെക്കുറിച്ച് നാം അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. ഈ നാവ് ഒരു തീ പോലെയാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. എന്നാൽ നാവിനെ നിയന്ത്രിച്ച് വേണ്ടപ്പോൾ വേണ്ടതുപോലെ സംസാരിക്കുന്ന ആളിനെക്കുറിച്ച് പറയുന്നു, ഹീ ഓർ ഷീ ഈസ് എ പെർഫെക്റ്റ് പേഴ്സൺ, സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. യേശു പർവ്വത പ്രസംഗത്തിൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. മത്തായി 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അങ്ങനെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ, പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ നിങ്ങളും ആ അളവിൽ പെർഫെക്റ്റായി വളരുവീൻ. നാവിൻ്റെ നിയന്ത്രണവും അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. വാക്കിൽ തെറ്റാതിരുന്നാൽ ഈ പറഞ്ഞ പെർഫെക്ഷൻ, ഒരു പൂർണ്ണതയിലേക്ക് വരുവാനായിട്ട് ദൈവത്തിന് നമ്മെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ഓർക്കണമേ. ഓക്കെ, നാവ് ഒരു തീയാണ്. വായിലൊരു തീയുണ്ട്, വായിൽ സർപ്പത്തിൻ്റെ വിഷമുണ്ട്. ഇതൊക്കെ വായിക്കുന്നു, സങ്കീർത്തനങ്ങൾ വായിക്കുന്നു.
അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി പോലെയാണ്. വാക്കുകൊണ്ട് അവർ വേണ്ടാതിനം സംസാരിക്കുന്നു. അവർ തൊണ്ട തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ശവക്കുഴി പോലെയാണ്. പലരും സംസാരിക്കുമ്പോൾ, നിയന്ത്രണമില്ലാതെ സംസാരിക്കുമ്പോൾ കേൾവിക്കാർക്ക് വലിയ ഭയവും ഭീതിയും ഉണ്ടാകുന്നു. ചിലർ ഓടിപ്പോവും. ഇത് കേട്ടിരിക്കാൻ നിവൃത്തിയില്ല. വല്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ശവക്കുഴി തുറന്നതുപോലെയാണ് ചിലരുടെ സംസാരം. അതിൻ്റെ കാരണവും റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. എന്താ കാരണം? അവരുടെ ദൃഷ്ടിയിൽ എന്തില്ല? ദൈവഭയമില്ല. ദൈവഭയമില്ലാതെ തങ്ങൾക്ക് ഇഷ്ടം പോലെയല്ല സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാവിനും മേൽ നിങ്ങൾക്ക് നിയന്ത്രണമുണ്ടോ എന്ന് രാവിലെ ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് നിയന്ത്രണം നൽകി നിങ്ങളുടെ വായിൽ കൂടെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ നാവിൽ കൂടെ സംസാരിച്ച് മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നതൊക്കെ, വായിൽ വരുന്ന വാക്കുകളൊക്കെ അതുപോലെ സംസാരിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ആത്മീയരാകാൻ വലിയ പ്രയാസമാണ്. നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കണം. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. 2 ദൃഷ്ടാന്തങ്ങൾ നമുക്ക് നോക്കാം. 2 ശമൂവേൽ 10-ാം അധ്യായം 3-ാം വചനം വായിക്കാം. 2 Samuel chapter 10 verse 3. ദാവീദിന്റെ ഭൃത്യന്മാർ അമ്മോന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനനായ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് തോന്നുന്നു. പട്ടണത്തെ ശോധന ചെയ്ത് ഒറ്റുനോക്കുവാനും അതിനെ നശിപ്പിച്ചു കളയുവാനും അല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഹാനൂൻ എന്ന രാജാവിൻ്റെ ഭൃത്യന്മാർ അവരുടെ മനസ്സിൽ തോന്നിയ ചില ആശയങ്ങൾ രാജാവിനോട് വിളിച്ചു പറയുകയാണ്. എന്താ സംഭവം? ഈ പറഞ്ഞ 1-2 വാക്യങ്ങൾ നോക്കിയാൽ അതിൻ്റെ ശേഷം അമ്മോന്യരുടെ രാജാവ് മരിച്ചു, അവൻ്റെ മകനായ ഹാനൂൻ അവൻ്റെ പകരം രാജാവായി. അത് അമ്മോന്യ ദേശത്താണ് ഈ സംഭവം. അപ്പോൾ ദാവീദ് ഹാനൂൻ്റെ അപ്പനായ നഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവൻ്റെ മകന് ഞാനും ദയ ചെയ്യും എന്ന് പറഞ്ഞ് അവൻ്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറയുവാൻ തൻ്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ഇതാണ് പശ്ചാത്തലം. ഹാനൂൻ ചെറുപ്പക്കാരനായ രാജാവാണ്. അവൻ്റെ അപ്പൻ മരിച്ചുപോയി. അപ്പൻ ദാവീദുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൻ മരിച്ചു പോയപ്പോൾ, ദാവീദിൻ്റെ സ്നേഹിതനായ ഈ പിതാവ് മരിച്ചു പോയപ്പോൾ ആശ്വസിപ്പിക്കാനായിട്ട് ചില സേവകന്മാരെ അല്ലെങ്കിൽ മന്ത്രിമാരെ ആ രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഈ ഹാനൂൻ ചെറുപ്പക്കാരനാണ്. ഹാനൂൻ്റെ ഫ്രണ്ട്സായ മറ്റ് ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു, അവർ വേറെ രീതിയിലാണ് കാര്യങ്ങൾ അവർ ഭാവനയിൽ കൂടെ കണ്ടത്. ദാവീദിൻ്റെ ആളുകൾ വന്നു, ഇവരെ ദേശം ഒറ്റുനോക്കാൻ വന്നവരാണ് എന്നുള്ള ദുഷിച്ച ചില ചിന്താഗതികൾ അവരുടെ മനസ്സിൽ വന്നു. നല്ല ഉദ്യോഗസ്ഥരോടാണ് ദാവീദ് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. പക്ഷേ അവർ ചിന്തിച്ചത് ഇത് രാജ്യം ഒറ്റുനോക്കാനും നമ്മളെ കീഴടക്കാനും വേണ്ടി ആളിനെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വളരെ മോശമായി അവരോട് പെരുമാറി അവരുടെ തലയൊക്കെ ചെരച്ച് അവരെ മുട്ടയടിച്ച് അവരെ അപമാനിച്ച് വിട്ടുകളഞ്ഞു എന്ന് നാം കാണുന്നു. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്കാണ് ഹാനൂനും അവൻ്റെ ജനങ്ങളും പോയത്. പ്രിയപ്പെട്ടവരെ, നാവ് ചെറിയ അവയവമാണെങ്കിലും അത് വലിയ തീ പോലെയാണ്. അതിന് വളരെ ദോഷം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ സ്ഥലത്ത് ഈ ഹാനൂൻ്റെ സ്നേഹിതർ അവനോട് പറഞ്ഞു കൊടുത്ത വാക്കുകൾ വിവേകത്തോടു കൂടിയ വാക്കുകളായിരുന്നില്ല. അതവന് ദോഷം ചെയ്തു എന്ന് കാണാൻ സാധിക്കും. ഇനി യോഹന്നാൻ സ്നാപകനെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും തൻ്റെ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞ ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. ഇതും നാവിൻ്റെ ദുരുപയോഗമാണ്. ആലോചിക്കാതെ തെറ്റായ കാര്യങ്ങൾ പറയുക എന്നുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 33-34 വചനങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാൻ സ്നാപകൻ അപ്പം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും വന്നിരിക്കുന്നു, അവന് ഭൂതമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞു, അവൻ വേണ്ടത്ര ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, സന്യാസിയെ പോലെയാണ്, അവൻ ഭൂതഗ്രസ്തനാണ് എന്ന് യഹൂദ നേതാക്കന്മാർ പലരും പറഞ്ഞു. അവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. അത് സത്യമല്ല, അവന് ഭൂതമൊന്നുമില്ല. ഇനി യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു. തിന്നിയും കുടിയനും ആയ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് നിങ്ങൾ പറയുന്നു. യേശു ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചും കുടിച്ചും സന്തോഷമായിട്ട് എല്ലാവരുടെയും ചേർന്ന് പോവുകയും
എല്ലാവരുടെയും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയോ ചെയ്ത് ഫ്രീ ആയിട്ട് വന്നു. യോഹന്നാനെ പോലെ അല്ല. എന്നാൽ യേശുവിനെക്കുറിച്ചും അവർ പറഞ്ഞു, ഇയാൾ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ്, ഇയാളും ശരിയല്ല എന്ന് പറഞ്ഞു. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ദോഷം കണ്ടുപിടിക്കുന്നവരാണ് ജനങ്ങൾ. നമ്മുടെ അവസ്ഥ എങ്ങനെയിരിക്കുന്നു? മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്കും വാക്കുകൾക്കും ഒക്കെ പുറകിൽ എപ്പോഴും നിങ്ങൾ ദോഷം കണ്ടെത്തുന്നവരാണോ? എന്നിട്ട് ദുഷിച്ച് സംസാരിക്കുന്നവരാണോ? ഇതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്, ഇതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്, എല്ലാവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് എന്നൊക്കെ നാം പലരും സംസാരിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഊഹാപോഹങ്ങളും മനസ്സിൽ തോന്നിയ കാര്യങ്ങളുമാണ്. ഇതൊന്നും പലപ്പോഴും സത്യമല്ല. ദൈവമക്കളെ, സത്യമായ കാര്യങ്ങൾ സംസാരിക്കുവാൻ നമ്മുടെ നാവിനെ ദൈവാത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കാം. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. ഈ കാലങ്ങളിൽ പ്രാർത്ഥിച്ച് നമ്മുടെ നാവിനെ ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അധരങ്ങളെ നിയന്ത്രിച്ചു നിർത്തുവാനായിട്ട് നമുക്ക് ദൈവം കൃപ നൽകും എന്നുള്ളത് സത്യമാണ്. ഓക്കെ, എല്ലാത്തരം ദോഷ വർത്തമാനങ്ങളും നിർത്തിക്കളയുവാനാണ് ദൈവം നമ്മോട് പറയുന്നത്. കുറ്റം പറച്ചിലും മറ്റുള്ളവരുടെ പുറയിൽ നിന്ന് അവരെക്കുറിച്ച് മോശമായിട്ട് പറയുന്നതും മറ്റുള്ളവരുടെ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള അനേകം തെറ്റുകൾ നിർത്തിക്കളയുവാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. നമുക്കൊരു വചനം തീത്തോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വചനങ്ങൾ വായിക്കാം. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിക്കുവാനും സകല സത്പ്രവൃത്തിക്കും ഒരുങ്ങിയിരിക്കുവാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും ആരെക്കൊണ്ടും ഒരു ദൂഷണവും പറയാതെ, സ്പീക്ക് ഈവിൾ ഓഫ് നോ വൺ, പിന്നെ കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കുവാനും അവരെ ഓർമ്മപ്പെടുത്തുക. ഇതാണ് ഇന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവരെ ഓർമ്മപ്പെടുത്താൻ പൗലോസ് അപ്പോസ്തലൻ എഴുതി, അത് നമ്മെയാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. സ്പീക്ക് ഈവിൾ ഓഫ് നോ വൺ, മറ്റാരെയും കുറിച്ചും ദൂഷണം പറയാതെ, ദോഷമായി പറയാതെ ഈവിൾ സ്പീക്കിംഗ് അവസാനിപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുറ്റം പറച്ചിലും നമുക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ കേട്ടുകേളുടെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ പറഞ്ഞു, അത് നമ്മൾ വേറെ ആളോട് പറയുന്നു. അതിനാ ടെയിൽ ബെയറേഴ്സ് എന്ന് പറയുന്നത്. കഥ പ്രചരിപ്പിക്കുന്നവർ, ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? ചില ആളുകൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അവർക്ക് വലിയ സന്തോഷമാണ്. അത് പിന്നെ ഒരു 10 പേരോട് പോയി പറയണം. പറയുന്ന കാര്യങ്ങൾ ശുദ്ധ അബദ്ധമായിരിക്കും, കാര്യം കേട്ടതൊക്കെ തെറ്റായിരിക്കും. അതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കഥ പ്രചരിപ്പിക്കുന്ന സ്വഭാവം ചിലർക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും ആ സ്വഭാവം ഉണ്ടാകരുത്. മറ്റുള്ളവർ ഇല്ലാത്തപ്പോൾ അവരുടെ കുറ്റം പറയുന്ന സ്വഭാവം നമ്മളൊക്കെ അങ്ങനെ പരിശീലിച്ചു പോയതാണ്. ചിലപ്പോഴൊക്കെ നാം അറിയാതെ അങ്ങനെ പറഞ്ഞു പോകും. മുമ്പൊരു ദേവദാസൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കി വെക്കണം, ഇവിടെ സന്നിഹിതനല്ലാത്ത ഒരാളുടെ കുറ്റം ഇവിടെ ഇരുന്ന് പറയരുത് എന്ന്. ആളുണ്ടെങ്കിൽ അവരുടെ മുമ്പ് വെച്ച് അവരുടെ കുറ്റം പറയുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അതുപോലും കേൾക്കാൻ പലർക്കും വിഷമമാണ്. നീ കുറ്റം പറഞ്ഞോ, എൻ്റെ കുറ്റം പറഞ്ഞോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ നേരെ കുറ്റം പറയാം. കുറ്റം ഉള്ളതാണെങ്കിൽ നേരെ പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ ആളില്ലാത്തപ്പോൾ അവരുടെ കുറ്റം മറ്റൊരാളോട് പറയുന്നത് ദോഷകരമാണെന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. ഈ കാര്യത്തിൽ നാം എല്ലാവരും കുറ്റക്കാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലപ്പോഴും ആ വ്യക്തി, മൂന്നാമത്തെ ആൾ സ്ഥലത്തില്ലാത്തപ്പോഴും നാം അവരെക്കുറിച്ച് പല കമൻറ്റുകളും, ഇയാൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. ചില കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം, പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഇല്ലാത്ത കാര്യം കൂടി അതിനകത്ത് പലപ്പോഴും വരും. അത് നാം വളരെ ജാഗ്രതയായിരിക്കണം. എല്ലാ ഈവിൾ സ്പീക്കിങ്ങും സ്ലാൻഡറിങ്ങും ബാക്ക് ബൈറ്റിങ്ങും അതുപോലെ ടെയിൽ ബെയറിങ്ങും എല്ലാം നാം നിർത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് യെശയ്യാവ് എന്താണ് പറഞ്ഞത്? യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 7-ാം വചനം നോക്കാം. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ വായ തുറക്കാതെ മിണ്ടാതെ ഇരുന്നു. ആടിനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അത് വലിയ ബഹളമൊന്നും കാണിക്കത്തില്ല, അത് മിണ്ടാതെ ഇരിക്കത്തേ ഉള്ളൂ. പ്രിയ സഹോദരന്മാരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശു കർത്താവിനെ പോലെ മൗനമായിരിക്കുവാൻ, അത്യാവശ്യമില്ലാത്തടത്ത് മിണ്ടാതിരിക്കുവാൻ, ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുവാൻ യേശുവിന് അറിയാമായിരുന്നു. അത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് യേശുവിൽ നമുക്ക് പഠിക്കാം. അവൻ വായ് തുറക്കാതെ മൗനമായിരുന്നു. ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. എങ്ങനെയാണ്, അടുത്ത ചോദ്യമാണ്, ഹൗ ടു ടൈം അവർ ടങ്സ്. നമ്മുടെ നാവിനെ എങ്ങനെ അതിനെ മെരുക്കിയെടുക്കാം, അതിനെ എങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം?
അതിൻ്റെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നാവിനെ മെരുക്കണമെങ്കിൽ അതിനു മുമ്പായിട്ട് നമ്മുടെ ചിന്തകളെ മെരുക്കിയെടുക്കണം. കാരണം ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. നമുക്ക് ആ വചനം വീണ്ടും വായിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34 മുതലുള്ള 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഈ വചനങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലൊരു നിക്ഷേപമുണ്ട്, ഒരു ട്രഷറുണ്ട്, ഒരു സ്റ്റോക്കുണ്ട്. ഹൃദയത്തിലെ നിക്ഷേപം നല്ലതാണെങ്കിൽ വായിൽ കൂടെ വരുന്ന വാക്കുകളും നല്ലതായിരിക്കും. ഹൃദയത്തിലെ നിക്ഷേപവും ചിന്തകളും ഒക്കെ ദോഷകരമാണെങ്കിൽ, എപ്പോഴും മറ്റുള്ളവരുടെ മൈനസ് പോയിൻറ്സും കുറ്റങ്ങളും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ വായ തുറക്കുമ്പോൾ നിങ്ങളറിയാതെ ആ കാര്യങ്ങൾ വെളിയിൽ വരും. ഇന്ന് രാവിലെ കർത്താവിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ ഒന്ന് മാറ്റി നല്ല വിചാരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. മറ്റുള്ളവരെക്കുറിച്ചുള്ള നല്ല വിചാരങ്ങളും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകളും എൻ്റെ സ്വാർത്ഥതയൊക്കെ മാറ്റിക്കളഞ്ഞ് മറ്റുള്ളവരുടെ നന്മയെ കേന്ദ്രീകരിക്കുന്ന നല്ല ചിന്തകൾ എനിക്ക് നൽകണമേ. എന്നാൽ യേശു പറഞ്ഞു, ഈ യഹൂദ മത മേധാവികളോട് പറഞ്ഞു, നിങ്ങൾ സർപ്പസന്തതികളാണ്. സർപ്പങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വായിൽ പോലും വിഷമുണ്ട്, അത് കടിച്ചാലും വിഷമേൽക്കും. നാമും ജന്മന ഈ വിഷമുള്ളവരായിരുന്നു. നമ്മുടെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും ഒന്നും നല്ലതായിരുന്നില്ല. എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ ദൈവം നമ്മോട് കരുണ ചെയ്തു. ഈ വിഷമൊക്കെ വളരെയധികം മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളവരായി മാറിയിരിക്കുകയാണ്. എങ്കിലും അതിലിനിയും വളരണമെന്നാണ് ഞാൻ പറയുന്നത്. അതെല്ലാം ഒന്നും ശരിയായിട്ടില്ല. ഇനിയും വളരേണ്ടതുണ്ട്. ഇനിയും നാം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ദൈവമേ, എൻ്റെ വാക്കുകളെ, അതിലുപരിയായിട്ട് എൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ ദൈവത്തിന് പ്രസാദകരമായ നല്ല ചിന്തകളാക്കി മാറ്റണമേ. അത് നാം കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും എൻ്റെ വായിലെ വാക്കുകളും അങ്ങേക്ക് പ്രസാദകരമാകട്ടെ കർത്താവേ. അതിന് തക്കവണ്ണം എന്നെ അവിടുന്ന് രൂപപ്പെടുത്തണമേ, എന്നെ വ്യത്യാസപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ഈ മെരുങ്ങാത്ത നാവിനെ മെരുക്കിയെടുക്കാൻ കഴിയുന്നത്. നമുക്ക് വായിക്കാം ഗലാത്യർ 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കാം. ഗലേഷ്യൻസ് 5:16 and 17. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ മെരുങ്ങാത്ത ഈ നാവിനെ മെരുക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ അത് ചെയ്തു. അദ്ദേഹം പറയുന്ന ഒരു വചനമുണ്ട്, നമ്മൾ പലരും വായിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യം പറയാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാം വാക്യമാണ്. 1 Corinthians 9:27. അവിടെ താൻ പറയുന്നു, ഞാൻ എൻ്റെ ശരീരത്തെ അതിനെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. കിട്ടിയോ? വായിക്കാമോ? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്തത്. പൗലോസിൻ്റെ ഭാഷ ഇതാണ്. ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ നാവിനോട് പറയുന്നു, നാവേ, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം നീ സംസാരിച്ചാൽ മതി. അതാണ് ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നത്. മേക്കിംഗ് യുവർ ടങ് യുവർ സ്ലേവ് ആൻഡ് ടെല്ലിങ് വാട്ട് ഇറ്റ് ഷുഡ് സേ ആൻഡ് വാട്ട് ഇറ്റ് ഷുഡ് നോട്ട് സേ. നിങ്ങളുടെ നാവ് എന്ത് പറയരുത്, നിങ്ങളുടെ നാവ് എന്ത് പറയണം എന്ന് നാവിനോട് കൽപ്പിക്കുവാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പൗലോസ് അത് ചെയ്തിരുന്നു. താൻ പറയുകയാണ്, ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കണ്ണിനോട് എവിടെ നോക്കരുത്, എവിടെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാവിനോട് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാലിനോട് എവിടെയൊക്കെ പോകാം, എവിടെ പോകരുത് എന്ന് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, ഈ കാലങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ നമുക്കൊരു അധികാരം ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും നാവിനെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്.
Let us have the authority to tell our tongue what to say, what not to say. എന്ത് പറയണം, എന്ത് പറയരുത് എന്ന് നമ്മുടെ നാവിനോട് പറയാം. ഓക്കെ, ഞാൻ ചില വചനങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഉപസംഹരിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാവിനെ നിയന്ത്രിച്ച് നിർത്തണം എന്ന് നമ്മോട് ദൈവവചനത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 13 വാക്യം ആദ്യം വായിക്കാം. Psalm 34 verse 13. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. അവിടെ നിന്റെ അധരത്തെ കാത്തുകൊള്ളുക, നിന്റെ അധരത്തെ സൂക്ഷിച്ചുകൊള്ളുക. ഒരു കാര്യം കൂടെ അതിനിടയ്ക്ക് പറയാം. ബൈബിൾ പല വാക്കുകളും നാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. തൊണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ട്, നാവെന്ന് പറഞ്ഞിട്ടുണ്ട്, വായെന്ന് പറഞ്ഞിട്ടുണ്ട്, അധരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്കുകളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരേ അർത്ഥമാണ്. വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെക്കുറിച്ചാണ് ഈ പ്രയോഗങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. നീ വ്യാജം പറയാതെ നിൻ്റെ അധരത്തെ, നിന്റെ നാവിനെ സൂക്ഷിച്ചുകൊള്ളുക. സദൃശവാക്യങ്ങൾ 13 അധ്യായം 3 വാക്യവും വായിക്കാം. Proverbs 13 verse 3. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. വായെ സൂക്ഷിക്കുന്നവൻ, നാവിനെ സൂക്ഷിക്കുന്നവൻ അനുഗ്രഹം ഉണ്ടാകും. എന്നാൽ വായ തുറന്ന് ഇഷ്ടം പോലെ സംസാരിക്കുന്നവർക്ക് പലപ്പോഴും അതിൻ്റെ സങ്കടവും ദണ്ഡവും വേദനയും പിന്നെ അവരെ പിന്തുടർന്ന് പിടിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. യാക്കോബിൻ്റെ പുസ്തകം 1 അധ്യായം 26 വാക്യം നോക്കുക. ജെയിംസ് chapter 1 verse 26. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചും കൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അവിടെ യാക്കോബ് വീണ്ടും കടിഞ്ഞാണിൻ്റെ കാര്യം പറയുകയാണ്. നിങ്ങളുടെ നാവിന് കടിഞ്ഞാണിടാതെ, നാവിനെ നിയന്ത്രിക്കാതെ ഇഷ്ടം പോലെ എല്ലാം സംസാരിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾ ഭക്തരാണെന്ന് പറഞ്ഞാൽ ആ ഭക്തി വ്യർത്ഥമാണ്. നിങ്ങൾ ഭക്തരല്ല. ദൈവം നിങ്ങളെ ഭക്തർ എന്ന് വിലമതിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. യാക്കോബ് 4 അധ്യായം 11 വാക്യം കൂടെ വായിക്കാം. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ഒരു വചനം കൂടെ ഉണ്ട്. 1 പത്രോസ് 3 അധ്യായം 10 വാക്യം. 1 Peter 3 verse 10. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ഇതേ കാര്യം തന്നെയാണ്, നാവിനെ അടക്കിക്കൊള്ളട്ടെ. നല്ലത് സംസാരിക്കുവാൻ ശീലിക്കുക. എങ്കിൽ മാത്രമേ ദൈവമുമ്പാകെ നമുക്ക് ഒരു ആക്സെപ്റ്റൻസും ദൈവത്തിൻ്റെ അംഗീകാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും ലഭിക്കുകയുള്ളൂ എന്ന് ചുരുക്കം. ഒടുവിലായി കൊലോസ്യർ 4 അധ്യായം അതിൻ്റെ 6 വചനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും, നാം എന്ത് സംസാരിക്കണം എന്നുള്ളത്. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. നിങ്ങളുടെ വാക്കുകൾ ഗ്രേഷ്യസ് ആയിരിക്കട്ടെ, ഉപ്പിട്ട് രുചി വരുത്തിയതാകട്ടെ. ഉപ്പില്ലെങ്കിൽ നമ്മുടെ വായിലൊരു ഭക്ഷണം ചെന്നാൽ നമുക്ക് ഉടനെ തിരിച്ചറിയാം, അയ്യോ ഇത് ഉപ്പില്ലല്ലോ. അതിന് ട്രെയിനിങ് ഒന്നും വേണ്ട, നമുക്കറിയാം, നമുക്ക് വായിലിടുമ്പോൾ അറിയാം ഉപ്പുണ്ടോ ഇല്ലയോ. ഒരാൾ സംസാരിക്കുന്നത് ദൈവികമായ ഒരു നല്ല മനുഷ്യനാണോ സംസാരിക്കുന്നത്, അതോ അഹങ്കാരിയായ ഒരാളോ സംസാരിക്കുന്നത്, നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹം പകരുന്നതും കൃപ പകരുന്നതും ആയിരിക്കട്ടെ എന്നാണ് ദൈവവചനം പറയുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 50 അധ്യായം 4 വചനം. ഐസിയ 50 and verse 4. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. മതി. ഓക്കെ, ഇവിടെ നാം വായിക്കുന്നത് മറ്റുള്ളവരെ, തളർന്നിരിക്കുന്നവരെ, ക്ഷീണിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഒരു നാവ് ദൈവം എനിക്ക് തന്നിരിക്കുന്നു. അവിടെ കംഫർട്ട് ചെയ്യുന്ന, ക്ഷീണിതരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവമക്കളെ, സഹോദരങ്ങളെ, let us be speaking comforting words to others. When other people are in difficulty, in troubles, let us be comforting them. മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന വാക്കുകൾ നമുക്ക് പരിശീലിക്കാം. നമ്മുടെ നാവ് അങ്ങനെയുള്ള വാക്കുകൾ പറയാം. ഒടുവിലായിട്ട് ദൈവഭക്തരുടെ വാക്കുകളായിരിക്കണം നമ്മുടേത്. അത് മലാഖി 3 അധ്യായം 16 വാക്യം. മലക്കായി chapter 3 verse 16 വായിക്കാം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും
അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. കണ്ടോ, ഇവിടെ എന്താ പറയുന്നത്? ദൈവത്തെ ഭയപ്പെടുന്ന ആളുകൾ ഈ കാലത്തുമുണ്ട്, പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ദൈവമക്കൾ ഒരുമിച്ച് കൂടി സംസാരിക്കുമ്പോൾ ദൈവം ചെവി ചായച്ചത് ശ്രദ്ധിച്ച് കേൾക്കും. എന്നിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇവരുടെ പേരും എല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന ദിവസം ഇന്നടത്ത് ഇന്ന സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് കൂടി അവർ സംസാരിച്ചു, എനിക്കിഷ്ടപ്പെട്ടു, അവർ നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അവരുടെ വീട്ടിലും അവർ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, അയൽക്കാരോട് സംസാരിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. അവരുടെ നാവിനെ അവർ മെരുക്കിയിട്ടുണ്ട്. അത് വളരെ രുചികരമായ, വളരെ ഗ്രേഷ്യസായ നല്ല വാക്കുകളാണ് അവർ സംസാരിക്കുന്നത് എന്ന് ദൈവം തൻ്റെ പുസ്തകത്തിൽ നമ്മെക്കുറിച്ച് എഴുതി വെക്കും. നാം ഏത് വാക്യമാണ് തുടങ്ങിയത്? നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല. അതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം ഇന്ന് ദൈവമക്കളായതുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുന്നത് കൊണ്ട് ഇന്ന് മെരുക്കാൻ കഴിയാത്ത ഈ നാവിനെ മെരുക്കിക്കൊണ്ടാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ ലെവല് പോരാ, ഇനി കുറച്ചുകൂടെ ഇതിനെ ഒന്ന് മെരുക്കിയെടുക്കണം എന്നാണ് ഇന്ന് രാവിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ തീർച്ചയായിട്ടും തൻ്റെ ആത്മാവിനാൽ സഹായിക്കും, അനുഗ്രഹിക്കും. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.